ഹായ്, ഞാൻ ദീപ. ഇന്ന് 13 ഡിസംബർ സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഒരു കുട്ടി വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ ക്രിബ് റെഡിയാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല. നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ക്രിബ് കൊണ്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ കുറച്ച് ലൈറ്റും കൂടെ ഒക്കെ ഇടണം, അത്രേ ഉള്ളൂ കാര്യങ്ങളാണ്. എന്നട ചെയ്ത് നോക്കട്ടെ. നമ്മൾ വളർത്തിയല്ല, ശ്യാമളാന്റെ നമുക്ക് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ പതുക്കനെ റിക്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ പൊടിയായിരിക്കും. അപ്പോൾ ഒരു അടുത്ത റൗണ്ട് ജലദോഷം കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് നിന്നാണ് ക്രിബൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നോർമലി ക്രിബ് നമ്മൾ ഒരു 20-ാം തീയതി 22-ാം തീയതിയൊക്കെ ആയിരിക്കും റെഡിയാക്കാൻ പോകുന്നത്. സാധാരണ എപ്പോഴും അങ്ങനെയാണ്. കാരണം പിള്ളേരുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ടല്ല, അതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് പരീക്ഷ എല്ലാം കഴിഞ്ഞ് സ്കൂളൊക്കെ അടയ്ക്കാറാകുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ പരിപാടികളിലേക്ക് കിടക്കുന്നത്. ഇപ്രാവശ്യം പിന്നെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം കൊറോണയാണ്, വീട്ടിൽ തന്നെയാണല്ലോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇതെല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം ഞാനും അന്നക്കുട്ടിയും അനിക്കുട്ടിയും കൂടെ ക്രിബൊക്കെ റെഡിയാക്കിയ ബിജു നാട്ടിൽ പോയൊരു സമയത്താണ് ഞങ്ങൾ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സെറ്റ് ചെയ്യാനൊന്നുമില്ല. ഇത് ജസ്റ്റ് എന്താണ് റെഡിമെയ്ഡായിട്ട് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ ഒരു സെറ്റ്. അപ്പോൾ ജസ്റ്റ് അത് വെക്കുക, പിന്നെ എൻ്റെ സൈഡിൽ കുറച്ച് എന്താണ് ബൾബൊക്കെ തൂക്കുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാര്യം. വലിയ സംഭവമൊന്നും അല്ല. പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷം. മൂക്കിൽ ആ മാസ്ക് എടുത്തിട്ട് നേരെ ചോവേ ആനി, മാസ്ക് വേറെ ഇട്ടെ. റിപ്പയറിംഗ് ആണോ? അതെ, റിപ്പയർ ഷോപ്പ്. വേറൊന്നും നമ്മളെ ശരിയാക്കി എങ്ങനെയാ ഉപയോഗിക്കാം. ഹലോ എന്തോ അവിടെ ചെയ്യുന്നേ? അപ്പൊ സാധാരണ പുൽക്കൂടിന്റെ ഒക്കെ സൈഡിൽ ഒരു ഗുഹ പോലെയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാനൊന്നും വലിയ സംഭവങ്ങളൊന്നും കയ്യിലില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ സ്നോസും നീലും എല്ലാം കൂടെ കലക്കി 2-3 കോട്ടടിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഉണക്കിയൊക്കെ എടുത്ത് പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് ഗുഹ പോലെയൊക്കെ ആക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഒരു പാക്കേജ് വന്നതിന്റെ കൂട്ടത്തിൽ കിട്ടിയ കുറച്ച് ബ്രൗൺ പേപ്പർ ഉണ്ട്. ആ ബ്രൗൺ പേപ്പറിൽ ഇവർക്ക് പറ്റുന്ന രീതിയിൽ കയ്യിലുള്ള ആക്രിലിക് പെയിന്റ് ഒക്കെ വെച്ച് ഒരു ഗുഹയുടെ ഒരു സെറ്റപ്പൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഗുഹയുടെ ഒരു ലുക്കില്ല എങ്കിലും നമ്മളുടെ ഒരു സന്തോഷം അതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിൻ്റെ വർക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. മൊത്തം പനി അടിച്ച് കിടപ്പായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കുറേശ്ശെ ആയിട്ട് ചെയ്ത് തീർത്തതാണ് ഇതേണ്ട ഈ ഒരു സെറ്റിയുടെ കവറ്. അത് ശരിയായിട്ടൊന്നുമില്ല, കാരണം അത് ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അത് വെച്ച് ഞാനൊരു സെറ്റിയുടെ കവറ് അടിച്ചായിരുന്നു. പിന്നെ അതിന് കുഷനും ഒക്കെ റെഡിയാക്കി. കുഷൻ തയ്ക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ സ്റ്റിച്ചിങ് റൂമിൻ്റെ അവസ്ഥ. ഇതാണ്. ഇങ്ങോട്ട് കയറുന്ന തന്നെ ചുരുക്കമായിരുന്നു, കാരണം കയറും അപ്പോഴത്തേക്കും പനി വല്ലാണ്ടാവും, തിരിച്ചു പോകും.
അങ്ങനായിരുന്നു. പിന്നെ ഇത് ഞാനൊരു 5 ത്രെഡ് ഓവർലോക്ക് മെഷീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ആഴ്ചയാണ് മേടിച്ചത്. അത് ത്രെഡൊക്കെ ചെയ്തു ഞാൻ തനിയെ, പക്ഷേ ഇതുവരെ വർക്ക് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണേ. അപ്പോൾ അതേ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചു വെച്ച സാധനങ്ങളൊക്കെയാണ്. ജസ്റ്റ് സെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ക്രിബിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബിജുവിൻ്റെ ഫാം കാണാൻ പോവാം കേട്ടോ. നമ്മുടെ കുഞ്ഞിക്കുട്ടി ഫാം കാണിച്ചു തരാം. എന്തേ ഞങ്ങളുടെ വീടിൻ്റെ ഈ ഒരു സൈഡിൽ മൊത്തം ബോൺസായി ടൈപ്പിലുള്ള ഇതൊക്കെ എന്താണെന്ന് ഞാനിനി നോക്കി കണ്ട് പറയേണ്ടി വരും. ഇതിൽ നാരകമുണ്ട്, ഓറഞ്ചുണ്ട്, മിറാക്കിൾ ഫ്രൂട്ടുണ്ട്. ഇത് ഈ കാണുന്നത് ഇതാണ്, അതിൻ്റെ പേര് പാലച്ചീരയായിരുന്നു കേട്ടോ. ഇങ്ങനെ ലെയർ പോലെ വെച്ചിരുന്നത്. ഇനി ഇതിൽ ഇപ്പം ഈ ഒരു സൈഡിൽ വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ. ഓറഞ്ചുണ്ട്, മിറാക്കിൾ ഫ്രൂട്ടുണ്ട്, നാരകമുണ്ട്, പിന്നെന്തോ പ്ലാവോ, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാം ബോൺസായി ടൈപ്പാണ്. കുറച്ചേ പൊക്കം വയ്ക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് വലുതായി വന്ന് അതിനകത്ത് വല്ലതൊക്കെ പിടിക്കുവാന്നേ കാണിച്ചു തരാം കേട്ടോ. ഇത് പിന്നെ മുകൾ വശം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഉള്ള കാര്യങ്ങളാണ്. ഇതുപോലത്തെ വലിയ വലിയ വീപ്പ വാങ്ങിച്ചിട്ടുണ്ട് ബിജു. അത് ഇവിടെ എനിക്കൊന്ന് കലാകൗമുദി റോഡിൽ, കലാകൗമുദി അവിടെ തന്നെ ഇങ്കൊക്കെ വരത്തില്ലേ, വലിയ മഷിയൊക്കെ വരത്തില്ലേ പ്രിൻ്റ് ചെയ്യാനുള്ള, ആ മഷി വരുന്ന ഇതാണ്, എന്താണ്, വീപ്പയാണിത്. അപ്പോൾ അത് വാങ്ങിച്ച് അത് കഴുകി റെഡിയാക്കി എടുത്തിട്ട് അത് രണ്ടായിട്ട് മുറിച്ച് അതിലാണ് ബിജു വലിയ പപ്പരക്കായും അങ്ങനെ വലിയ നാരകവും അതുപോലുള്ള വലിയ ചെടികളൊക്കെ നട്ടുവയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടായിട്ട് മുറിക്ക് വന്നു. ഇതിൽ നമ്മൾ ഒരെണ്ണത്തിൽ പപ്പരയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ, വലിയ വീപ്പ. ഇത് നമുക്ക് അല്ലാതെ നമ്മൾ ഈ ഇത് വയ്ക്കാനായിട്ട് വീപ്പ മേടിക്കുന്നതിനേക്കാട്ടിലും ലാഭമാണ്. അവരുടെ അവിടെ അത് കളയാനായിട്ട് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇതുപോലത്തെ വീപ്പ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിൽ ഞങ്ങൾ ഇതിൻ്റെ സ്റ്റാൻഡിലൊക്കെ ബിജു പെയിൻ്റ് അടിക്കുന്നതായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം സ്റ്റാൻഡെല്ലാം പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. അതിൽ ബുഷൊക്കെ വാങ്ങിച്ചു, ബുഷും ഒക്കെ റെഡിയാക്കി. ഇപ്പം ഇതെല്ലാം സെറ്റാക്കി. എന്താണ് മൊത്തം ഏതാണ്ട് 200 ബാഗ് വെക്കാനുള്ള സ്പേസ് ആക്കിയിട്ടുണ്ട്. ഒരു സ്റ്റാൻഡിൽ 4 എണ്ണം വീതം, 4 ഗ്രോ ബാഗ് വീതം. ഗ്രോ ബാഗിലെല്ലാം ഇത് നാരകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലിയ ആ വീപ്പം വാങ്ങിച്ചത് മുറിച്ചതാണിത്. ഇതിൽ ഇപ്പം നാരകമാണ് നട്ടേക്കുന്നത്. ഇതുപോലെ ഇപ്പം നാരകം കണ്ടില്ലേ, അതുപോലെ തന്നെ ഓറഞ്ചും അങ്ങനെ മിറാക്കിൾ ഫ്രൂട്ട്, പിന്നെ വേറെ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പപ്പരയ്ക്കാണ്. അതിൽ പൂവൊക്കെ വന്നിട്ടുണ്ട്, കായ്ച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാണും കേട്ടോ. അത് കഴിഞ്ഞൊരു സീസണിൽ തക്കാളിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇതിന് നല്ല മധുരമാണ് ഈ തക്കാളിക്ക്. അപ്പോൾ തക്കാളിയാണ് ഈ ഇരിക്കുന്ന മൊത്തം തക്കാളിയാണ്. അതിൽ കുറേ എണ്ണത്തിൽ കാ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം തക്കാളി വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി തക്കാളി കിട്ടും കേട്ടോ. അപ്പം അത് അങ്ങനെ ഇതും ഒക്കെ ഈ തക്കാളിയൊക്കെ വെച്ചേക്കുന്ന ക്യാൻ കണ്ടോ, അതും ഇതുപോലെ കലാകൗമുദി അവിടുന്ന് പോയിട്ട് നമ്മൾ വാങ്ങിച്ചേച്ച് അത് മുറിച്ചതാ. ഒരു വലിയ, അതായത് ഒരു മീഡിയം സൈസ് ക്യാൻ ആയിരിക്കും അത്. 2 ഈ കാണുന്ന നേരെ ഇപ്പോൾ കാണുമ്പം വെച്ചേക്കുന്നുണ്ടോ, അതെല്ലാം അതുപോലെ ക്യാൻ മേടിച്ചിട്ട് രണ്ടായിട്ട് മുറിച്ച് കഴുകണം. കാരണം അത് മഷിയാണ്. അപ്പം അത് കഴുകി എടുക്കണം, അല്ലെങ്കിൽ നമ്മളത് മണ്ണിലേക്ക് അതിൻ്റെ അംശവും കൂടെ വരും. അതെ, ഇത് അമരപ്പയർ എന്ന് പറഞ്ഞല്ലേ പറയണേ അത്. പിന്നെ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ മുകളിലോട്ട് വന്ന കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ പരിപാടികളെല്ലാം ബിജു തന്നെയാണ്. വെള്ളം ഒഴിക്കുന്നതും ഇത് നടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു സ്വിമ്മിംഗ് പൂളും പിന്നെ ഒരു പൂക്കളുടെ സ്ഥലവും.
ഇതിലൊക്കെ പൂപ്പലായല്ലോ. അതെല്ലാം പോയത്, അതെല്ലാം മാറ്റണം. എടി നീ സത്യം കേട്ടോ. ഞാനീ മറിഞ്ഞു വീഴും. നടന്ന് തന്നെയല്ലേ. അച്ഛ പറ, ഇനി അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്ലാൻസ് ആണ്? ഇവിടെ സ്വിമ്മിംഗ് പൂള് കാണുമോ? സ്വിമ്മിംഗ് പൂള് ഈ കാണുന്നത് നിത്യവഴുതനയാണ്. ഞാൻ മുന്നേ ഒരു സ്റ്റോറീസിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം വന്നൊരു കമൻ്റാണ്, ഈ മുല്ലമുട്ട് പോലെ കാണുന്നത് എന്താണെന്ന്. ഇത് നിത്യവഴുതനയാണ്. അതിൻ്റെ ഈ മൊട്ട് കളഞ്ഞേച്ച് അതിൻ്റെ ബാക്കി ഉള്ള ഭാഗം നമ്മൾ മെഴുക്കുരുട്ടി ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനും എന്താണ് ബിജു കാണിച്ചു തന്നിട്ടാണ് ഈ നിത്യവഴുതന എന്നുള്ള സംഭവം തന്നെ അറിയുന്നത്. എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട്. എന്നാലും നല്ല ടേസ്റ്റാണ് നിത്യവഴുതന. അപ്പോൾ അതാണ് ഈ ഒരു സൈഡിൽ ഈ നെറ്റിൻ്റെ ഭാഗത്ത് വളർത്തി വിട്ടേക്കണം. പിന്നെ എന്താണ് പാവയ്ക്കുണ്ട്. കണ്ട എന്റെ ദൈവമേ, അത് കണ്ടില്ലല്ലേ? ഒരു വലിയ ബോൾ പോലത്തെ, ക്രിസ്മസ് ബോൾ പോലത്തെ. ഞാൻ വിചാരിച്ചെന്തോ ഞാൻ കണ്ടില്ലായിരുന്നു. എന്റെ ദൈവമേ, എത്രയും തടിച്ചൊരു സാധനം. കണ്ടിട്ടൊരു ക്രിസ്മസ് ബോൾ പോലെ ഇല്ലേ? അനിക്കുട്ടി എന്നാ ചെയ്യുന്നേ? കയറിന്റെ കുഴി ഉണ്ടാക്കാം. ആണോ? ഇവിടെ വെക്കാനുള്ള സ്ഥലമില്ലെന്ന് പറഞ്ഞില്ലേ? വെക്കാനുള്ള സ്ഥലം നമുക്ക് ഒപ്പിക്കാം. എനിക്ക് സ്ഥലം ഉണ്ടാകാൻ അറിയാം, പക്ഷെ സമ്മതിക്കില്ല അച്ഛാ. ഈ കാണുന്നത് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് നമ്മളല്ല ബിജു പോയിട്ട് ബുഷൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയതൊക്കെയാണ് കേട്ടോ. ഇവിടെ തകരപ്പറമ്പിൽ ആണെന്ന് തോന്നുന്നു, അതോ ചാലക്കകത്താണോ എന്നറിയത്തില്ല. ബുഷിന് വേണ്ടിയിട്ട് മാത്രമുള്ള കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇത്രയും സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള ബുഷൊക്കെ വരുത്തിച്ച് സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. വലിയ മരമാകുകയല്ല, ചെറിയ ചെടി ഇത്രയും പൊക്കം വെക്കുള്ളൂ. കുറ്റിമുരിങ്ങന്ന് പറഞ്ഞ പേര് അത് മുളപ്പിച്ചെടുത്താണോ? അത് ഞാൻ അവിടുന്ന് വാങ്ങുന്നത്. ബാനിയൻ ചെടിയാ എന്നുവെച്ചാ ഓരോ ചെടിയുടെ ഇടവിളയെന്ന് പറഞ്ഞാൽ അത് മണ്ണിലിരിക്കുമ്പോഴല്ലേ, സൈഡിലിരിക്കുമ്പോഴും അങ്ങനെയാണോ? ഇത് എന്തോ പറിച്ചു കളയോ ഈ വെണ്ടയ്ക്ക? അതെല്ലാം ഇപ്പൊ പോകും. അത് ഞാൻ വിത്തിന് വേണ്ടി നിർത്തി, അതിന്റെ അരി കിട്ടാൻ വേണ്ടിട്ട് നിർത്തി. ഇനിയിപ്പോ ഇതിപ്പോ എടുത്ത് കളയും, ഇത്രയും സാധനം എടുത്ത് കളയും. നിത്യവഴുതനയും ഈ പാവലും എല്ലാം എടുത്ത് കളയും. എന്നിട്ട് ഇത് മാറ്റി വേറെ വെക്കും. എന്നിട്ട് വേറെ ഇതടിക്കണം. ഇനി വെച്ചിട്ടുണ്ട് അങ്ങൂന്ന് ഇത് അവിടുന്ന് കോവല് കയറി വരുന്നുണ്ടോ? ഇത് പിന്നെ നമ്മുടെ അടുക്കള വശത്തുനിന്ന് മുകളിലോട്ട് പടർത്തി ഇട്ടേക്കുന്നതാണ് കോവല്. നമുക്കതിൽ കോവയ്ക്ക വന്നിട്ടൊന്നും പറിക്കാനൊന്നും നോക്കത്തില്ല. അതിന് മുകളിൽ വന്ന് നമ്മളത് നെറ്റയിലോട്ട് പടർത്തി വിട്ട് കഴിയുമ്പോഴേ നമുക്ക് കോവയ്ക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇതിപ്പോൾ സൈഡിൽ കൂടെ അങ്ങ് കയറി വന്നേക്കുക. സപ്പോർട്ട് കൊടുക്കണം. അതിന് അവിടെ ഇവിടെ ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വലിച്ചിട്ട് ഇതുപോലെ നിർത്തുന്നതെല്ലാം. ഓ ഇതുപോലെ. അപ്പൊ ഇത് ഫുള്ള് നെറ്റ് വേണ്ടേ? അതിനാണ് നെറ്റ് വേറെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്.
എന്നെ കൊണ്ട് പൊക്കോ. മഴ പെയ്തിപ്പം എടി കുത്തനെ ഒഴിക്കാടി. നീ അതിന് ഇച്ചിരി വെള്ളം കൊടുക്കടി. ഇച്ചിരി ഇതെന്തോ നീ കാണിക്കുന്നു. അങ്ങനല്ല അച്ഛൻ കാണിച്ചില്ല. എന്താ അതിന്റെ ചോട്ടിൽ ഒഴിക്കില്ല, അതിന്റെ ചുറ്റും ഒഴിക്കാവുള്ളൂ. ചോട്ടിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ ചോട് പിന്നല്ല, കിട്ടിയ അവസരം ആനിക്കുട്ടി മുതലാക്കുക. ഡ്രിപ്പ് ഇറിഗേഷൻ ഇങ്ങനെ ഇതിനിടയിൽ കൂടെ മുഴുവൻ കൊടുക്കും. ഈ ടാങ്കിൽ നിന്ന് വെള്ളം അങ്ങോട്ട് വെള്ളം എപ്പോഴും ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. പമ്പ് ചെയ്ത് മൊത്തം നേരോ? മൊത്തം നേരോ അത് രാവിലെയും വൈകിട്ടും മാത്രോ? അത് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ടൈമർ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പോവാം. പറ്റത്തില്ല, ഇവിടെ നില്ല, ഞാൻ പോ. ഓ എനിക്ക് വയ്യ, എന്തുവല്ല. രാവിലെ വന്ന് അപ്പൊ ഇത്രേ ഉള്ളൂ. സ്റ്റോറീസിൽ ഞാൻ ബിജുവിൻ്റെ പച്ചക്കറിയുടെ വിളവെടുപ്പൊക്കെ കാണിച്ചപ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കാണിച്ചാണ്. അപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്യുവാണ്. അതാണ്ട് ക്രിസ്മസ് ക്രിബ് പുൽക്കൂടിൻ്റെ ഇരുട്ടായപ്പോൾ ഉള്ള ലുക്ക് ഇതാണ്. അപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം.